വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നോമ്പുതുറ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവ് തന്നെ എടുക്കണം കേട്ടോ, അല്ലാതെ കോൺഫ്ലോർ ഒരുപാട് കൂടുതലായി പോകാനും പാടില്ല, എന്നാലും കുറഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതൊരു നേരിയ മധുരത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. മധുരം കൂടി പോയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരിയ മധുരം മതി. ഞാനിവിടെ 1/2 ലിറ്ററിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നല്ല കട്ടില്ലാതെ കലക്കിയെടുത്ത ശേഷം നമുക്കിവിടെ തീ ഓണാക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ക്രീമി പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമുക്കിവിടെ തീ ഓഫാക്കാം. ഈ തീ ഓഫാക്കിയിട്ട് ചൂടാറുമ്പോൾ അത് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം 1-2 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് പാട കെട്ടാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. തലേ ദിവസത്തെ ബ്രെഡൊന്നും എടുക്കരുത്. അപ്പോൾ ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്രീമില്ലേ, അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ സൈഡിലെല്ലാം ഇതുപോലെ ഒലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈവച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാവുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഫില്ലിംഗ് എല്ലാം ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വിരൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർക്കാതെ അങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഒരു നേരിയ മധുരത്തിൽ ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ അവസാനം സോസൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. അപ്പോൾ ഈ എഗ്ഗും പാലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് വേണ്ടത് കുനാഫയാണ്. കുനാഫ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുനാഫ ഉണ്ടെങ്കിൽ കുനാഫ തന്നെ എടുക്കാം. അപ്പോൾ കുനാഫയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കുനാഫ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുനാഫ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സേമിയ ഉണ്ടെങ്കിൽ അതായാലും മതി. നേരിയ സേമിയ വാങ്ങിക്കാനായിട്ട് കിട്ടില്ലേ, നമുക്കിപ്പോൾ കടയിലൊക്കെ തിന്നായിട്ടുള്ള സേമിയ വാങ്ങിക്കാൻ കിട്ടില്ലേ, അതായാലും മതി. അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കുനാഫയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ സൈഡിലേക്കും ഒരേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കവർ ചെയ്തെടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം, എന്നിട്ട് കുനാഫയിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഈ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വേണ്ടി വരില്ല. അത് നമ്മൾ 1-2 ടേബിൾ സ്പൂണിൽ തന്നെ എല്ലാ ഭാഗവും നമുക്ക് ഒരേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുനാഫ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ കളറിൽ വേണം കേട്ടോ മറിച്ചിടാനായിട്ട്. അപ്പോൾ സൈഡൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് കുത്തനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കുനാഫ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെക്കരുത്. ഇനി അടുത്ത ബാച്ച് നിങ്ങൾ ഇടുന്ന സമയത്ത് ഈ ഫ്രൈ പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. കാരണം ഇതിൽ കുനാഫേൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമതും ഇതിൻ്റെ മുകളിൽ തന്നെ ഇടുമ്പോൾ ഈ കുനാഫേൻ്റെ പൊടിയെല്ലാം നമ്മുടെ ബ്രെഡിൻ്റെ മേലെ പറ്റി പിടിക്കും. അപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടോ ഒന്ന് ഇത് തുടച്ചെടുത്തിട്ട് വേണം അടുത്തത് ഇടാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള കുനാഫ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ഗോൾഡൻ കളറിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ആ ഫില്ലിങ് വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് അകത്തുള്ള ഫില്ലിങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ മധുരം. നമ്മൾ പുറത്ത് മുട്ടയിലും മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സോസും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ അകത്തുള്ള ആ നേരിയ മധുരത്തിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മുട്ടയിൽ മധുരം ചേർക്കാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഒരല്പം മധുരം ചേർത്തിട്ട് കഴിക്കാം. ഇതിൽ ഞാൻ സോസ് ഒന്നും ഒഴിക്കാതെ ഷുഗർ സിറപ്പ് ഒന്നും ഒഴിക്കാതെയും ഇത് ഞാൻ മാറ്റി വെച്ചതാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഒട്ടും മധുരം ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും ഈസിയാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ കുനാഫ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കരുത്. കുനാഫ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതിനുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോമ്പുതുറ സമയത്തൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.